ബിഗ് ബോസിലുള്ള പുരുഷ പടയൊക്കെ ഒന്ന് ഗെയിം തനിക്കെതിരെ ഗെയിം കളിക്കാൻ പറ്റാത്ത കൊലത്തിൽ അമർത്തി വെച്ചിരിക്കുകയാണ് ജിസേൽ. അപ്പൊ അതെന്താന്നല്ലേ? ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരിബ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അതായത് നമ്മൾ ജിസേലിന്റെ കളിയിലോട്ട് വരികയാണെങ്കിൽ, ജിസേല് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമറൊക്കെ തന്നെയാണ്. പക്ഷേ എവിടെയോ ഒരു ഈഗോ, കുത്തിത്തിരിപ്പ്, ഈ കാര്യങ്ങളെ വളച്ചൊടിക്കുക, അത്തരത്തിലുള്ള എന്തൊക്കെയോ ഒരു ഗെയിം ജിസേൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ജിസേലിന് ആകെയുള്ളൊരു കോമ്പറ്റീറ്ററായി ജിസേൽ മനസ്സിൽ കണ്ടുവച്ചത് അനു ആണ്. അനുവും ജിസേലും തമ്മിലുള്ള മറ്റൊരു മേക്കപ്പിൻ്റെ ഒരു ഇഷ്യൂ ആണ്. മേക്കപ്പ് കണ്ടുപിടിക്കാൻ അനു നടക്കുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ജിസേലിൻ്റെ ഗെയിം, അവർ തമ്മിലുള്ള ഒരു ഈഗോ ഒരു ഗെയിം, അതാണ് ഒരു സൈഡിൽ. അതിനൊക്കെ അപ്പുറത്ത് ജിസേലിൻ്റെ ഒരു കളി നമ്മൾ ലൈവിലും അതുപോലെ എപ്പിസോഡിലും സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അവിടെ ജിസേലിനെതിരെ ആൺപടകളൊന്നും ഗെയിം ഇറക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദി അറിയുന്ന ജിസേൽ ഇവിടെ കേരളത്തിൽ വന്നിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടാണ്. നമ്മളെ കൾച്ചറിലോട്ട് വരാൻ വേണ്ടി വളരെ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന രീതിയിലോട്ട് അവിടുത്തെ ആൺപട മാറിയിട്ടുണ്ട്. ഇപ്പോൾ അക്ബർ ആണെങ്കിൽ ജിസേലിനെതിരെ ഒരു ഗെയിം കാണുന്നില്ല, അപ്പാനിൻ്റെ ഗെയിം കാണുന്നില്ല, അതുപോലെ നവീൻ്റെ ഇല്ല. നവീനൊക്കെ പിന്നെ ജിസേലിന് വേണ്ടിയിട്ടാണ് നവീൻ സത്യത്തിൽ പുറത്തോട്ട് പോയത്. അപ്പോൾ ഈ ജെൻസിൻ്റെ ഇടയിൽ ജിസേലിനോട് ഒരു ഗെയിം കളിക്കാൻ കുറച്ചെങ്കിലുമൊക്കെ ഷാനവാസൊക്കെയാണ് വരുന്നത്, എന്നാലും അത്ര ഒരു ഗെയിം വരുന്നില്ല. എന്തോ ഒരു ആ ഒരു സൈഡ് നൈസായിട്ട് ഒതുക്കാൻ ജിസേലിന് പറ്റിയിട്ടുണ്ട്. ജിസേലിൻ്റെ ഒരു ഗെയിം അല്ലെങ്കിൽ അവരതൊരു കളിയായിട്ട് കാണാം, അത് ഒന്ന്. പിന്നെ ഈ ജിസേലിനെ കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നിയ സംഭവം എന്ന് വെച്ചാൽ, ആൾക്ക് ഈ മേക്കപ്പിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. സംഭവം ശരി തന്നെയാണ്, മേക്കപ്പ് ഇടാതെ പ്രസൻറ്റ് ചെയ്യാതെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും, ഇപ്പോൾ അനു ജിസേൽ തമ്മിലുള്ള ആ ഒരു പ്രശ്നം വന്നല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സത്യത്തിൽ അത് അത്രയും ഫിസിക്കൽ അസൾട്ടായിട്ട് അങ്ങനെ പറയേണ്ട ഒരു സംഭവം ഒന്നും ആയിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഭയങ്കര വിഷമത്തിൽ, സംഭവം ശരിയാണ്, ഒരാൾ പേഴ്സണൽ സ്പേസിലോട്ട് കയറിയിട്ടാണ് അനു ആ ഒരു ഇതൊക്കെ ചെയ്തത്. പക്ഷെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു ഇപ്പോൾ അനു ചെയ്യുമ്പോൾ ഡ്രാമ അതങ്ങനെയാണ്, ഒരു ഡ്രാമ സൈസാണ് തന്നെ കൊള്ളാം. പക്ഷെ ജിസേലിനൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ് എന്നുള്ള ഒരു ഇമാജിൻ്റെ ആൾ അങ്ങനെ തന്നെയാണ്. ടാസ്കിലൊക്കെ നമുക്കറിയാം, നല്ല പരിക്ക് പറ്റിയാലും ഒരു കുഴപ്പമില്ലാത്ത ആൾ അനു ഒന്ന് ടിഷ്യൂ വെച്ചൊന്ന് വൈപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഭയങ്കര സീനറി, ഭയങ്കര ഒരു ഓവർ ഡ്രാമായിട്ട് പോലെ ഫീൽ ചെയ്തു. അതുപോലെ ജിസേലിൻ്റെ പല സംസാരങ്ങളും എനിക്ക് കുറച്ചൊരു ഒറ്റ ആത്മാർത്ഥത തോന്നാത്ത പോലെ തോന്നി. എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയറിയില്ല, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഫേക്ക് ഫീല്. ഇപ്പോൾ ലാലേട്ടൻ്റെ മുന്നിലാണെങ്കിൽ പോലും എന്തൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് വല്ലാണ്ട് അങ്ങോട്ട് വളച്ചൊടിച്ച് അവർക്ക് അനുകൂലമാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു കഴിവ്, പ്രസൻറ്റിങ് കപ്പാസിറ്റി ഒക്കെ നല്ലത് തന്നെ. പക്ഷേ അത് നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് പൊളിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ പക്ഷെ പൊളിയൂല. കാരണം ജിസേല് എങ്ങനെ വീണാലും പൂച്ച 4 കാലിലെ വീയു പറഞ്ഞ മാതിരിയാണ്. ഇപ്പോൾ ആ കോഫി പൗഡർ ഒന്നും എടുത്തു വെച്ചാൽ അങ്ങനെ എടുത്തു വെക്കുന്ന അത്ര ശരിയല്ല. കാരണം എന്താ വെച്ചാൽ എടുത്തു വെക്കുന്ന അത്ര തെറ്റായിട്ടൊന്നുമല്ല, പക്ഷേ നമ്മൾ നിൽക്കുന്ന ബിഗ് ബോസ് വീട്ടിലാണ്, അവിടെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അവിടെ അപ്പാനി നേരത്തെ തലേ ദിവസം ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ കോഫി പൗഡർ ഇനി ഉണ്ടോ, ഇതിവിടെ തീർന്നു എന്ന് ചോദിച്ചിട്ട് ഒന്നും മിണ്ടാതെ പിറ്റേ ദിവസം രാവിലെ എല്ലാവർക്കും ഈ കോഫി ഇട്ട് കൊടുക്കുക. അത് അവർ ആവശ്യപ്പെട്ടിട്ടല്ല, ജിസേൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇത് ബിഗ് ബോസ് വീടാണല്ലോ അല്ലേ. അപ്പം കോഫി മടുക്കിയാണ് പലരും തനിക്കെതിരെ ഗെയിം കളിക്കാത്ത കോലത്തിലാക്കിയതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ജിസേലിൻ്റെ ആ ഒരു ഗെയിം മാനിപ്പുലേറ്റിംഗ്, ഇപ്പം ലാലേട്ടൻ്റെ മുന്നിൽ വന്നിട്ട് പ്രസൻറ്റ് ചെയ്തത് ഞാനത് എടുത്തു വെച്ചതാണ്. എന്നാൽ അനു ഒരു ചപ്പാത്തി എടുത്തപ്പോൾ ചപ്പാത്തി കള്ളി നിന്നു. എന്തായാലും അപ്പം നമുക്ക് കോഫി കള്ളി എന്നൊക്കെ വിളിക്കാം. എനിക്കെന്തോ ജിസേലിൻ്റെ ആ ഒരു ആ ഒരു ഗെയിം എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു മോശമായിട്ട് ഫീൽ ചെയ്തു. ബാക്കിയുള്ള വ്യൂസിലൊക്കെ ആൾ പൊളിയാണ്. കാരണം എന്താ വെച്ചാൽ ആൾക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്, നല്ലൊരു ഗെയിമറൊക്കെ തന്നെയാണ്. പക്ഷേ മലയാളി ഓഡിയൻസിന് പറ്റുന്ന ഒരു ടൈപ്പല്ല. അത് ഡ്രസ്സിങ് കാരണമൊന്നുമല്ല കേട്ടോ. എനിക്കെന്തോ ആ ഒരു മാനിപ്പുലേറ്റിംഗ് ഗെയിം അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല.
ജിസേലിനെ കുറിച്ച് മുമ്പ് ഞാൻ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ ജിസേൽ ഫാനാണ്. സത്യത്തിൽ എനിക്ക് ഈ ഒരു സീസണിൽ ആരുടെയും ഫാൻ ആവാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ കുറേ കാണുമ്പോൾ നമുക്ക് ഒരാളോടൊരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നുമല്ലോ. ഫാൻ മീൻസ് കുറച്ചുകൂടി ഒരു ഇഷ്ടമൊക്കെ തോന്നുക. അങ്ങനെ ആരുമായിട്ടും നമുക്ക് തോന്നിയിട്ടില്ല. അതിനെന്താണെന്ന് അറിയില്ല. ആരും ഒരു കൺസിസ്റ്റൻസ് ആയിട്ടുള്ളൊരു ഗെയിം പ്ലാൻ എന്നായിട്ട് ആരും വരാത്ത പോലെ തോന്നി. ചക്കട്ടപ്പോൾ മുയലിട്ടി പറഞ്ഞ മാതിരി ചിലർക്ക് ഒന്ന് രണ്ട് നല്ല നല്ല ഗെയിംസൊക്കെ ഇറക്കാൻ പറ്റി. പക്ഷെ എന്നാലും ആരോട് അത്രയൊരു ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ചില സമയത്ത് ചില ആളുകൾ പൊക്കി പറയും, അതേ ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവരെ നെഗറ്റീവും പറയും. അപ്പോൾ എപ്പോഴും ഞാൻ പോസിറ്റീവ് പറയുന്ന കേട്ടിട്ട് അവർ ഭയങ്കര സംഭവമാണെന്നൊന്നും വിചാരിച്ചിട്ട് എന്നെ എതിരെ സംസാരിക്കരുത്. ഇനിയിപ്പോൾ ഫാൻസ് വന്നിട്ട് ജിസേലിൻ്റെ ഫാൻസ് വന്നിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് പൊങ്കാലിടുന്നറിയാം. പക്ഷേ ഇത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ തോന്നലാണല്ലോ. എനിക്ക് ജിസേലിനെ കുറിച്ചിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് തോന്നുന്നത്. നാളെ ചിലപ്പോൾ ഞാൻ തന്നെ മാറ്റി പറയും. കാരണം ആൾ നല്ല ഗെയിം ഇറക്കിയാൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് അത്രയേ ഉള്ളൂ. നല്ല ഗെയിം എന്താണ്, ഓരോരുത്തരുടെ ഗെയിം നോക്കിയിട്ടാണ് എൻ്റെ റിവ്യൂസും സപ്പോർട്ടൊക്കെ ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.